വെൽക്കം ബാക്ക് ടു ത്രിലോകാസ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 4th സെമസ്റ്റർ BSc കെമിസ്ട്രി ഹോണേഴ്സിൻ്റെ തെർമോഡൈനാമിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരുന്നു. നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രിയുടെ എല്ലാ മൊഡ്യൂളുകളും 4 മൊഡ്യൂളുകളാണുള്ളത്. ആ 4 മൊഡ്യൂളുകളും കവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഫസ്റ്റത്തെ മൊഡ്യൂളായിട്ടുള്ള തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് തെർമോ കെമിസ്ട്രിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്നത് കാണുക. കാരണം തെർമോഡൈനാമിക്സ് പഠിക്കുന്നതിന് മുന്നേ കാണേണ്ട ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ സമയം കളയാതെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം. തെർമോഡൈനാമിക്സ്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് തെർമോഡൈനാമിക്സ് എന്ന്, പിന്നെ തെർമോഡൈനാമിക്സിലെ ബേസിക് ടേംസ് ആയിട്ടുള്ള സിസ്റ്റം, സറൗണ്ടിങ്, യൂണിവേഴ്സ് എന്നിവയെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. പിന്നെ സിസ്റ്റത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാക്രോസ്കോപ്പിക് സിസ്റ്റം, മൈക്രോസ്കോപ്പിക് സിസ്റ്റം. പിന്നെ നമ്മൾ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിച്ചു. സ്റ്റേറ്റ് ഫങ്ഷൻസ് ആൻഡ് പാത്ത് ഫങ്ഷൻസ് പറഞ്ഞു. ഇനി തെർമോഡൈനാമിക് പ്രോസസ്സുകളെ കുറിച്ച് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോ എന്തായാലും നിങ്ങൾ വ്യക്തമായിട്ട് കാണണം. കാരണം അതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ്. ഇനി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് അടക്കാം. ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ് എന്നാണ്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ്, എന്താണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന്. അപ്പോൾ ഞാനൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് തുടങ്ങാം. നമ്മൾ പ്രോസസ്സിനെ റിവേഴ്സിബിൾ എന്നും ഇറിവേഴ്സിബിൾ എന്നും നമ്മൾ പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെയും ഓപ്പോസിങ് ഫോഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പം നമുക്ക് എന്താണ് ഡ്രൈവിംഗ് ഫോഴ്സ്, എന്താണ് ഓപ്പോസിങ് ഫോഴ്സ് എന്നിവയെക്കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ വേണം. ഞാനൊരു എക്സാമ്പിൾ തുടങ്ങുന്നത് ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് വെച്ചിട്ടാണ്. ഞാനൊരു കല്ല് മുകളിലെടുത്ത് താഴത്തേക്ക് ഇട്ടു. ആ കല്ല് താഴത്തേക്ക് വീണു. അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ താഴെ വീണ കല്ല് നമുക്ക് തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരാം. ആ പ്രോസസ്സ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ എന്താണ് ഡ്രൈവിംഗ് ഫോഴ്സ്, എന്താണ് ഓപ്പോസിങ് ഫോഴ്സ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. നമ്മളൊരു കല്ല് താഴത്തേക്ക് എറിയുമ്പോൾ കല്ല് താഴത്തേക്ക് വീഴുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴിയാണ്. അതാണ് ഇവിടെ ആ കല്ലിനെ താഴത്തേക്ക് വീഴാൻ കാരണമായ ഫോഴ്സ്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റും എയർ ഉണ്ട്. ഈ എയർ എന്ത് ചെയ്യും, ഈ കല്ലിൻ്റെ താഴത്തേക്കുള്ള ഫ്ലോവിനെ ഓപ്പോസ് ചെയ്യും. സോ ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഓപ്പോസിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം 2 ഫോഴ്സുകളുണ്ട്, ഡ്രൈവിംഗ് ഫോഴ്സും ഓപ്പോസിങ് ഫോഴ്സും. നമ്മൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്പോസിങ് ഫോഴ്സിനേക്കാളും വളരെ വളരെ കൂടുതലാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ് കല്ല് പെട്ടെന്ന് താഴത്തേക്ക് വീണത്. അവിടെ ഓപ്പോസിങ് ഫോഴ്സായിട്ടുള്ള എയറിൻ്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് പറയുകയാണെങ്കിൽ അവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് മച്ച് 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 ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സ് എന്ന് പറയാം. ജസ്റ്റ് ഒരു പിസ്റ്റൻ്റെ എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിലൊരു പ്രഷർ ഉണ്ട്. ഇതെന്തായിരിക്കും, സിസ്റ്റത്തിനുള്ളിലുള്ള ഈ പ്രഷറാണ് ശരിക്കും പറഞ്ഞാൽ ഈ പിസ്റ്റൺ മുകളിലേക്ക് തള്ളാൻ കാരണമായിട്ടുള്ള ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് സിസ്റ്റത്തിനുള്ളിലുള്ള ഈ ഫോഴ്സാണ്. അതുപ്രകാരം ഇവിടെയുള്ള ഈ താഴെയുള്ള ഈ പി എക്സ്റ്റേണൽ എന്ന് കാണിച്ചിട്ടുള്ളത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. സോ അത് നമ്മുടെ എയറാണ് ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് ഓപ്പോസിങ് ഫോഴ്സ്. സോ ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് വളരെ വളരെ കൂടുതലാണ് ഓപ്പോസിങ് ഫോഴ്സിനെ എന്ന് പറയുമ്പോൾ ഈ പിസ്റ്റൺ ഒറ്റയടിക്ക് എക്സ്പാൻഡ് ചെയ്യും, ഫാസ്റ്റായിട്ട് എക്സ്പാൻഡ് ചെയ്യും. ആ പ്രോസസ്സാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. നമ്മളൊരു കല്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും അതൊരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. നമ്മുടെ പ്രകൃതിയിലെ ഒട്ടുമിക്ക എല്ലാ സാധനവും ഇറിവേഴ്സിബിൾ പ്രോസസ്സായിരിക്കും. റിവേഴ്സിബിൾ പ്രോസസ്സ് വളരെ കുറവാണ്. അപ്പം എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ് നമുക്ക് നോക്കണം. ഞാനൊരു പിസ്റ്റൺ എടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻറ്റേർണൽ പ്രഷർ, അതായത് ഇത് നമ്മുടെ സിസ്റ്റത്തിനുള്ളിലൊരു പ്രഷറുണ്ട്. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇവിടെ എഫ് എക്സ്റ്റേണൽ എന്ന് കാണിച്ചിട്ടുള്ളത് പുറത്തുള്ള പ്രഷറാണ്. ഈ പ്രഷർ ഈ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഈ ഡ്രൈവിംഗ് ഫോഴ്സിനേക്കാളും കുറച്ച് കുറവാണെങ്കിൽ ഈ പി എക്സ്റ്റേണൽ പിസ്റ്റൺ ഒറ്റയടിക്ക് വലിച്ച് എക്സ്പാൻഡ് ചെയ്യില്ല, വളരെ സ്ലോ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യും. സോ അത്തരം ഇവിടെ നമ്മൾ ഈ പുറത്തുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് ആയിട്ടുള്ള ഓപ്പോസിങ് ഫോഴ്സ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഈ പ്രോസസ്സ് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, അതായത് കംപ്രഷൻ ചെയ്യാൻ പറ്റും. സോ ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ്
റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെയും ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെയും ഒരു കമ്പാരിസൺ നോക്കാം. ഇവിടെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയധികം സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ, ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത്, ഓപ്പോസിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സിനെക്കാട്ടും കുറച്ച് കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പിസ്റ്റൺ മെല്ലനെ എക്സ്പാൻഡ് ചെയ്യും. നമുക്ക് ഈ പുറത്തുള്ള ഓപ്പോസിങ് ഫോഴ്സ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് റിവേഴ്സ് ചെയ്യാനും പറ്റും. സോ അതുകൊണ്ടാണ് ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെയധികം സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് പറയുന്നത്. ഇവിടെ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയിക്കോട്ടെ, ഇത് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ചെയ്യുന്നത്. അവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ ഇത് വളരെ കൂടുതലാണ് ഓപ്പോസിങ് ഫോഴ്സിനേക്കാളും. സോ ഒറ്റയടിക്ക് എക്സ്പാൻഡ് ചെയ്യും. സോ അതുകൊണ്ടാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് വളരെയധികം റാപ്പിഡായിട്ട് നടക്കുന്നു എന്ന് പറയുന്നത്. നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സിൻ്റെയും ഓപ്പോസിങ് ഫോഴ്സിൻ്റെ അടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഇവിടെ നമ്മൾ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുള്ള സിസ്റ്റത്തിനെക്കാട്ടും കുറച്ച് കുറവാണ് നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ്. സോ അതുകൊണ്ടാണ് പതുക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഇറിവേഴ്സിബിൾ പ്രോസസ്സിലാണെങ്കിലോ ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സ് ആണ്. ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പ്രഷർ ഈ എക്സ്റ്റേണൽ പ്രഷറിനെക്കാട്ടും വളരെ കൂടുതലാണ്. സോ ഒറ്റയടിക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യും. സോ അതാണ് അതിൻ്റെ കമ്പാരിസൺ. പിന്നെ ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് പേര് തന്നെയുണ്ട്, അത് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ആയിക്കോട്ടെ, അത് ഇറിവേഴ്സിബിളാണ്. പിന്നെ നമ്മൾ ഒരു മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന വർക്ക് ഡൺ ആണ് മാക്സിമം വർക്ക് ഡൺ. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ കാണും എന്തുകൊണ്ടാണെന്നൊക്കെ. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് മാക്സിമമാണ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ലെസ്സാണ് കമ്പയറിങ് ടു റിവേഴ്സിബിൾ പ്രോസസ്സ്. പിന്നെ ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഐഡിയലൈസ്ഡ് കൺസെപ്റ്റാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രോസസ്സൊക്കെ ഇറിവേഴ്സിബിളാണ്. സോ നമുക്ക് ഈ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഐഡിയലൈസ്ഡ് കൺസെപ്റ്റാണ്. സോ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും കാണുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണിത് റിയൽ കൺസെപ്റ്റാണ്. അപ്പം റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഐഡിയലൈസ്ഡ് കൺസെപ്റ്റാണ്. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത് റിയൽ കൺസെപ്റ്റാണ്. ഇനി നമുക്ക് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോസിലേക്ക് അടക്കാം, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പം തെർമോഡൈനാമിക്സിൽ 3 ലോസ് ഉണ്ട്. 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആൻഡ് സെക്കൻഡ് ലോ, തേർഡ് ലോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് 0th ലോ? അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം വായിക്കാം. ഇഫ് 2 thermodynamic systems are in thermal equilibrium with the third, then they are in thermal equilibrium with each other. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇവിടെ എ എന്ന് പറഞ്ഞ സിസ്റ്റം ബി എന്ന് പറഞ്ഞ സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കാം. അതുപോലെ തന്നെ ഈ എ എന്ന് പറഞ്ഞ സിസ്റ്റം സി എന്ന് പറഞ്ഞ സിസ്റ്റമായിട്ട് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ഈ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇഫ് 2 thermodynamic systems, അതായത് എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, അതുപോലെ തന്നെ എയും സിയും and they are in thermal equilibrium with the third, then they are in thermal equilibrium with each other. അതായത് എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ബിയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഇതാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് എക്സ്പ്രഷൻ ഓഫ് വർക്കിലേക്ക് കിടക്കാം. നമ്മൾ ഈ 9th ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് വർക്ക്. നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചത് വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ തെർമോഡൈനാമിക്സിൽ കിടക്കുമ്പോൾ നമ്മൾ വേറൊരു തരം വർക്ക് ഡണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെയുള്ള വർക്ക് ഡൺ ആണ് പ്രഷർ വോളിയം വർക്ക് ഡൺ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന ആ വർക്ക് ഡണ്ണിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്രഷർ വോളിയം വർക്ക് ഡൺ ഡിറൈവ് ചെയ്യുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വി ഓൾറെഡി നോ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് ഞാൻ ജസ്റ്റ് നൊട്ടേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. W=F ഇൻറ്റു ഡി, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് വി ആർ ഇൻട്രൊഡ്യൂസിങ് പ്രഷർ വോളിയം വർക്ക് W=-P എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഇവിടെ -P എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷറാണ്. ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു പിസ്റ്റൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇനീഷ്യൽ വോളിയം എന്ന് പറയുന്നത് V1 ആയിരുന്നു. അത് ഒരു V2 വോളിയത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. ഒരു D എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ചെയ്തിട്ട് അത് പിസ്റ്റൺ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഉണ്ടാകുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് W=-P എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഇവിടെ P എക്സ്റ്റേണൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷറാണ്. ആൻഡ് ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയമാണ്. അതായത് V1 വോളിയത്തിൽ നിന്ന് V2 വോളിയത്തിലേക്ക്
വോളിയം എക്സ്പാൻഡ് ചെയ്തു. അപ്പം വോളിയത്തിലെ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? V2 മൈനസ് V1 ആണ്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ പഠിച്ച വർക്ക് ഡണിൽ നിന്ന് ഈ പ്രഷർ വോളിയം വർക്ക് ഡൺ ഡിറൈവ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം ഫോഴ്സ് പെർ ഏരിയ എന്ന് പറയുന്നതാണ് പ്രഷർ. നമുക്ക് പി എക്സ്റ്റേണലിനെ ഫോഴ്സ് പെർ ഏരിയ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോഴ്സിനൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് പി എക്സ്റ്റേണൽ ഇൻറ്റു ഏരിയയാണ്. പി എക്സ്റ്റേണൽ ഇൻറ്റു ഏരിയയാണ്. സോ നമ്മൾ അതേ ഇക്വേഷനിൽ ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ കാരണം ഞാൻ പിന്നെ പറയാം. തൽക്കാലം ഒരു മൈനസ് സൈനെ അവിടെ വെച്ചിട്ടുണ്ട്. അതിനെ കാരണം പറയാം. ഇവിടെ നമുക്ക് ഫോഴ്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? പി എക്സ്റ്റേണൽ ഇൻറ്റു ഏരിയ എന്ന് കൊടുത്തു. സോ ഫോഴ്സിന് പകരം പി എക്സ്റ്റേണൽ ഇൻറ്റു ഏരിയ. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളെന്തോ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ കൊടുത്തു. ഇന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ഈ ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? നിങ്ങളൊരു സിലിണ്ടർ എടുക്കുകയാണെങ്കിൽ, സിലിണ്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? അതിൻ്റെ വോളിയം കാണാൻ എന്താ ചെയ്യുക? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമല്ലേ? നീളം ഇൻറ്റു വീതി എന്ന് പറയുന്നത് ഏരിയ അല്ലേ? സോ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതി, ഇവിടെ ഉയരം എന്ന് പറയുന്നത് ഡി ആണ്. സോ ഈ ഏരിയ ഇൻറ്റു ഡി എന്ന് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യൂബിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ നീളം ഇൻറ്റു വീതി ചെയ്താൽ നമ്മൾ അതിൻ്റെ ഏരിയ കിട്ടും. അതിൻ്റെ ഉയരം കൊണ്ട് ഗുണിച്ചാലല്ലേ നമുക്ക് അതിൻ്റെ വ്യാപ്തം, അതായത് വോളിയം കിട്ടുക. സോ നമുക്ക് എന്ത് പറയാം? ഏരിയ ഇൻറ്റു ഡീനെ നമുക്ക് വ്യാപ്തം എന്ന് പറയാം, അതായത് വോളിയം എന്ന് പറയാം. സോ നമുക്ക് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു വി ഡെൽറ്റ വി എന്ന് എഴുതിക്കൂടെ? സിമ്പിൾ മാക്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ ക്യൂബിൻ്റെ കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കി W = മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു V2 മൈനസ് V1, അതായത് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിൽ നമ്മൾ പ്രഷർ വോളിയം വർക്ക് ഡണിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു എക്സ്പ്രഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ ഹയർ വേർഷൻസ് എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ മാത്തമാറ്റിക്കലി നമുക്ക് പറയാനുണ്ട്. സോ നമുക്ക് അടുത്ത പോർഷനിൽ നടക്കാം. പിന്നെ ഇവിടെ മൈനസ് സൈൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു സൈൻ കൺവേർഷൻ. ഇവിടെ നോക്കേണ്ടത് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി സിസ്റ്റത്തിന് മേലെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നോക്കുക, പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. സിസ്റ്റം ചെയ്യുന്ന വർക്ക് ഡൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി നമ്മൾ സിസ്റ്റത്തിന് മുകളിലാണ് വർക്ക് ഡൺ ചെയ്യുന്നത്, അതായത് നമ്മളൊരു പിസ്റ്റണെ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളാണ് പിസ്റ്റണ് മുകളിൽ വർക്ക് ചെയ്യുന്നത്. സോ ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈൻ കൺവേർഷനാണ്. സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ വർക്ക് നെഗറ്റീവ്, സിസ്റ്റത്തിന് മുകളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ വർക്ക് ഡണ്ണിനെ നമുക്ക് പോസിറ്റീവായിട്ട് കണക്കാക്കാം. ഇവിടെ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, അതായത് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ നെഗറ്റീവ് സൈൻ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് വ്യക്തമായെന്ന് തോന്നുന്നു. നമുക്ക് അടുത്ത പോർഷനിലേക്ക് കിടക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഹീറ്റ് എന്നതാണ്. ഹീറ്റ് നമുക്കറിയാം, ചൂട്, താപം. ഹീറ്റിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിൽ നൊട്ടേറ്റ് ചെയ്യുന്നത് Q എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാണ്. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു സൈൻ കൺവേർഷൻ പ്രകാരം അതിനെ പോസിറ്റീവായിട്ട് കണക്കാക്കാം. സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവ്, സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ്. ആ ഒരു സൈൻ കൺവേർഷനും നമ്മൾ ഓർത്ത് വെക്കുക. നമ്മൾ വർക്ക് ഡൻ്റെ കാര്യം ഓർത്ത് വെക്കുക. നമുക്കൊരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു നന്നായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ തളരൂലേ? അതുപോലെ തന്നെ സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ എനർജി കുറയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു ലോജിക്കലായിട്ട് തിങ്ക് ചെയ്താൽ മതി. സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നെഗറ്റീവാണ്, സിസ്റ്റത്തിന് മുകളിലാണെങ്കിൽ അവിടെ പോസിറ്റീവാണ്. അതുപോലെ തന്നെ സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഹീറ്റ് അബ്സോർബ് ചെയ്യുക എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിന് എനർജി കിട്ടുകയല്ലേ. സോ അതുകൊണ്ട് സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് +Q, സിസ്റ്റം ഹീറ്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് -Q. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഇത് പഠിച്ചിരിക്കണം. നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. സോ അതുകൊണ്ട് ഇത് മെയിനായിട്ട് നോക്കിയിരിക്കാം. പിന്നുള്ളതാണ് ഹീറ്റ് കഴിഞ്ഞാൽ എന്താണ് എനർജി. നമുക്കറിയാം, എനർജി ഓഫ് എ സിസ്റ്റം ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. അതായത് വർക്ക് ചെയ്യാനുള്ള കഴിവാണ് ശരിക്കും പറഞ്ഞാൽ എനർജി എന്ന് പറയുന്നത്. വെൻ എ സിസ്റ്റം ഡൺ വർക്ക് എനർജി ഡിക്രീസസ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ സിസ്റ്റത്തിൻ്റെ എനർജി കുറയും. അതായത് നമ്മളൊരു കഷ്ടപ്പെട്ടൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ഷീണിക്കൂലേ, നമ്മുടെ എനർജി കുറയില്ലേ? ആ ലോജിക്ക് ഇവിടെ യൂസ് ചെയ്താൽ മതി. വെൻ വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എനർജി ഈസ് ഇൻക്രീസസ്. ഇനി SI യൂണിറ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് ജൂളാണ്.
പിന്നെ മിനിമം ഒരു ജൂളിൻ്റെ ചെറിയ കൺവേർഷൻസ് ഉണ്ട്, ആ വാല്യൂസ് നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. അതായത് 1 കിലോ ജൂൾ എന്ന് പറയുന്നത് 1000 ജൂളാണ്. സിമ്പിളായിട്ടുള്ളൊരു കൺവേർഷനാണ്. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ എർഗാണ്, അതും ഒരു കൺവേർഷനാണ്. പിന്നെ 1 കലോറി എന്ന് പറയുന്നത് 4.184 ജൂളാണ്. ഇനി ഫർദർ ലുക്ക് ഇൻ ടു വർക്ക് ആൻഡ് ഹീറ്റ്. നമുക്കറിയാം ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി, ഡെമോ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആൻഡ് എന്താണ് പാത്ത് ഫംഗ്ഷൻ. ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന തരം ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻസും. അതുപോലെ തന്നെ ഫോളോ ചെയ്ത് ട്രാവൽ ചെയ്തിട്ടുള്ള പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസിനെ ആണെങ്കിൽ അതിനെ പാത്ത് ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പം പാത്ത് ഫംഗ്ഷൻസ് 2 ഉള്ളൂ, ഹീറ്റും വർക്കും. അതൊന്ന് ഓർത്ത് വെക്കുക. ഹീറ്റ് ആൻഡ് വർക്ക് ആർ പാത്ത് ഫംഗ്ഷൻസ്. പിന്നെ സൈൻ കൺവേർഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ സൈൻ കൺവേർഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് നോക്കിയിരിക്കുക. ഇനി നമുക്ക് ഇക്വലൻസ് ഓഫ് വർക്ക് ആൻഡ് ഹീറ്റ്, വർക്കും ഹീറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇതിൻ്റെ ആദ്യം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത് റംഫോർഡ് ആൻഡ് ഡേവിയാണ് 18th സെഞ്ച്വറി. പിന്നെ ജൂൾ ആൻഡ് മേയറും ഒരു റിലേഷൻസ് ഉണ്ടാക്കി. അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഇക്വേഷൻസ് ഉണ്ടാക്കി. ആ ഇക്വേഷനാണ് W = J × Q. അതായത് വർക്ക് ഡൺ = J × Q. J ഈസ് കോൾഡ് ജൂൾ മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ്. ജെനെ വിളിക്കുന്ന പേരാണ് ജൂൾ മെക്കാനിക്കൽ ഇക്വലൻ്റ് ഓഫ് ഹീറ്റ് ആൻഡ് Q എന്ന് പറയുന്നത് ഹീറ്റ്. സോ വർക്കും ഹീറ്റും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ജസ്റ്റ് ഒരു ഇക്വേഷനാണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. ഇവിടെ നമ്മൾ എന്താ പറയുക, വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. വർക്കും ഹീറ്റും തമ്മിലുള്ള റിലേഷനാണ്. ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് നോക്കിയെടുത്താൽ മതി, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ 1 കലോറി എന്ന് പറയുന്നത് 4.184 ജൂൾ ആണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ധാരണയും നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മഞ്ജുഷ പബ്ലിക്കേഷൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുന്നത്. അതുവഴിയാണ് നമ്മളിത് ഇക്വേഷൻസ് ഓരോ പോർഷൻസും കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത പോർഷനാണ് എക്സ്പ്രഷൻ ഫോർ പ്രഷർ വോളിയം വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രഷർ വോളിയം വർക്കിനെ കുറച്ച് മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഇവിടെ ഞാനൊരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഈ പിസ്റ്റണിൻ്റെ എക്സ്റ്റേണൽ പ്രഷർ ഉണ്ട്. സോ ഇതാണ് P എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഈ പിസ്റ്റൺ എന്ത് ചെയ്തു, ആദ്യം ഈ സ്റ്റേറ്റിലായിരുന്നു ഈ സിസ്റ്റം, പിന്നെ എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. അതായത് DL ഡിസ്റ്റൻസ്, അത് DL എന്ന് പറയുന്നത് വളരെ കുഞ്ഞാച്ചിയായിട്ടുള്ള ലെങ്ത്ത്. നമ്മൾ ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്തിൽ കാണിച്ചിട്ടുള്ളത്. DL എന്ന് പറയുന്നത് വളരെ സ്മോൾ ലെങ്ത്താണ്. നമ്മൾ മാത്തമാറ്റിക്കലി ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്തിട്ട് പ്രഷർ വോളിയം വർക്ക് ഡണ്ണിൻ്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഇനീഷ്യൽ സ്റ്റേറ്റ് ഇവിടെയാണ്. ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പിസ്റ്റൺ എന്ത് ചെയ്തു, ഈ സിസ്റ്റം എന്ത് ചെയ്തു, എക്സ്പാൻഡ് ചെയ്തു. പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്തു. സോ ഫസ്റ്റ് പൊസിഷൻ ഇവിടെയായിരുന്നു, സെക്കൻഡ് പൊസിഷൻ ഇവിടെ DL ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് DL ആണ്. ഇവിടെ പുറത്തുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷറാണ്. അതാണ് P എക്സ്റ്റേണൽ എന്ന് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം സിലിണ്ടറിൻ്റെ ഈ താഴ്ഭാഗത്തുള്ള ഏരിയയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഡെറിവേഷൻ പാർട്ടിലേക്ക് പോവാം. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ലെങ്ത്തിലെ ചേഞ്ച് എന്ന് പറയുന്നത് DL ആണ്. അതായത് ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അവിടെയുള്ള ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് DL ആണ്. ഇനി ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് DV ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. DV കണ്ടുപിടിച്ചത് ഏരിയനെ DL കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. അതായത് നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിലിണ്ടറിൻ്റെ കാര്യം. ഇവിടെ ഏരിയ ഉണ്ട്, ഏരിയനെ ഈ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ സിലിണ്ടറിൻ്റെ വോളിയം കിട്ടുന്നത്. സോ ആ റിലേഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. DV എന്ന് പറയുന്നത്, അത് DL എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. നമുക്ക് വോളിയത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഏരിയയും കൂടി ഉൾപ്പെടുത്തി പറയണം. സോ DV അതായത് ചേഞ്ച് ഇൻ വോളിയം, വളരെ കുഞ്ഞാച്ചിയായിട്ടുള്ള ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് DV ആണ്. DV = ഏരിയ × DL ആണ്. സോ നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോഴ്സ് പെർ ഏരിയയാണ് പ്രഷർ. നമുക്ക് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ഫോഴ്സായിട്ട് പറയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റമാണ്. അതായത് പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ സൈൻ കൺവേർഷൻ അനുസരിച്ചിട്ട് അവിടെ നെഗറ്റീവ് സൈൻ വരണം. ആ ഒരു കാര്യമാണ് നമ്മൾ ഓർത്ത് വെക്കാം. നമുക്ക് ചെറിയ വർക്ക് ഡൺ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന പ്രഷർ വോളിയം വർക്ക് ഡൺ ആണ്. വളരെ കുഞ്ഞാച്ചിയായിട്ടുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ DW എന്ന് എഴുതിയിട്ടുള്ളത്. DW = നെഗറ്റീവ് സൈൻ കൊടുത്തതിന് കാരണം ഇവിടെ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ, അത് കൊടുക്കാൻ മറന്നു പോകരുത്. ഇവിടെ ഫോഴ്സ് ഇൻറ്റു DL ആണ് നമുക്കറിയുന്ന ബേസിക് ഇക്വേഷൻ. നമുക്ക് ഫോഴ്സിന് പകരം നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോഴ്സ് എന്ന് പറയുന്നത് P എക്സ്റ്റേണൽ × ഏരിയയാണ്. സോ നമ്മൾ നൈസായിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഫോഴ്സിന് പകരം P എക്സ്റ്റേണൽ × ഏരിയ × DL എന്നായി.
ഇവിടെ നോക്കുക, ഏരിയ ഇൻറ്റു ഡി എൽ എന്ന് പറയുന്നത് ഡി വി എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ ജസ്റ്റ് ഈ സിലിണ്ടറിൻ്റെ വോളിയമായിട്ട് കൺസിഡർ ചെയ്ത ഒരു റിലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇക്വേഷൻ സ്റ്റാർ. അത് നൈസായിട്ട് ഇവിടെ അങ്ങ് കൊടുക്കുന്നു. സോ വി ഗെറ്റ് ഡി ഡബ്ല്യു ഇസിക്കൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞ ഒരു റിലേഷൻ ഉണ്ടായി. നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് വർക്ക് ഡൺ എന്ന് പറയുന്നത് വളരെ ചെറിയ വർക്ക് ഡൺ ആണ്. നമുക്കറിയാം, ഒരു മാത്തമാറ്റിക്കലി ചെറിയ വർക്ക് ഡണിൽ നിന്ന് വലിയ വർക്ക് ഡൺ കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ചെറുതിൽ നിന്ന് വലുതുണ്ടാക്കുക, ദാറ്റ്സ് കോൾഡ് ഇൻറ്റഗ്രേഷൻ. സോ നമ്മളിവിടെ V1 വോളിയത്തിൽ നിന്ന് V2 വോളിയത്തിലേക്കാണ് നമ്മൾ വോളിയം എക്സ്പാൻഡ് ചെയ്തത്. സോ നമ്മുടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ V1ഉം V2ഉം കൊടുക്കണം. സോ ടോട്ടൽ വർക്ക് ഡൺ ഒബ്റ്റെയിൻ ബൈ ഇൻറ്റഗ്രേഷൻ W ഇസിക്കൽ ടു V1 വോളിയത്തിൽ നിന്ന് V2 വോളിയത്തിലേക്ക്, ദാറ്റ് ഈസ് V1 V2 മൈനസ് കൊടുക്കൂ പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. ഇതാണ് പ്രഷർ വോളിയം വർക്ക് ഡണ്ണിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, വർക്ക് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. നമ്മുടെ രണ്ട് തരത്തിലുള്ള പ്രോസസ്സുകളുണ്ട്. റിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ട്, ഇറിവേഴ്സിബിൾ പ്രോസസ്സ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് ചുറ്റും നടക്കുന്ന പ്രോസസ്സുകളൊക്കെ തന്നെ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. നമ്മളൊരു പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യാമെന്ന് വിചാരിക്കാം. നമ്മുടെ പുറത്തുള്ള പ്രഷർ എന്ന് പറയുന്നത് വാരി ചെയ്യുമോ, അതായത് നമ്മുടെ പുറത്തുള്ള പ്രഷർ ഒട്ടുമിക്ക രീതിയിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു പിസ്റ്റൺ ഒറ്റയടിക്ക് പുറത്തുള്ള പ്രഷറിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്പാൻഷൻ അഗെയിൻസ്റ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത്, നമുക്കറിയാം പിസ്റ്റൺ എക്സ്റ്റേണൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ആ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്ക് ഡൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ഒരു പിസ്റ്റൺ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എക്സ്റ്റേണൽ പ്രഷറിലേക്ക് നമ്മുടെ പുറത്ത് നമ്മളൊരു പിസ്റ്റൺ വെച്ചിരിക്കുകയാണ്. ആ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്തു. നമുക്കറിയാം, നമുക്ക് ചുറ്റും നടക്കുന്ന പ്രോസസ്സുകളൊക്കെ തന്നെ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. സോ അതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. W ഇസിക്കൽ ടു മൈനസ് പി എക്സ്റ്റേണൽ. ഞാൻ ഇവിടെ മൈനസ് പി എക്സ്റ്റേണൽ പുറത്തെടുത്ത് വെച്ചു. കാരണം എന്താ പറയുക, നമുക്ക് ചുറ്റുമുള്ള എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതുകൊണ്ടാണ് ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടേമിനെ ഞാൻ ഇൻറ്റഗ്രേഷൻ്റെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. സോ വി ഗെറ്റ് W ഇസിക്കൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി വി എന്നറിയാം. നമുക്കറിയാം, ഇൻറ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് ഡി വി എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ, വി ആയിരിക്കും. സോ നമ്മളത് വി കിട്ടി. പിന്നെ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാറുണ്ടായിരുന്നു. സാറ് ജസ്റ്റ് ഒരു ഇത് പറയലുണ്ടായിരുന്നു, ഏത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. നമ്മുടെ ചാന്തോട്ട് സിനിമയില്ലേ ദിലീപിൻ്റെ, മാങ്ങപറി ചെളിക്കൂത്ത്. അതായത് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുക. ആ ഒരു കാര്യമാണ് ഞാനത് എന്താ പറയുക ലിമിറ്റ് കൊടുക്കാൻ ഓർത്ത് വെച്ചിട്ടുള്ളത്. സോ നമുക്ക് ഇതൊന്ന് കൊടുത്തു നോക്കാം. ഇവിടെ മാങ്ങപറി എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റാണ്, V2 ആണ്. സോ V2 മൈനസ് V1 ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. W എന്ന് പറയുന്നത് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു V2 മൈനസ് V1 ആണ്. ഇവിടെ V2 മൈനസ് V1 എന്ന് പറയുന്നത് ഡെൽറ്റ വി ആണ്. സോ വി ഗെറ്റ് W ഇസിക്കൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. ഇതെന്താണ്, ഇറിവേഴ്സിബിൾ വർക്ക് ഡൺ ആണ്. ഇറിവേഴ്സിബിൾ വർക്ക് ഡൺ ആണ്. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് W ഇസിക്കൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ആണ്. ഇനി നമ്മൾ ഈ പിസ്റ്റണും കൊണ്ടിട്ട് നമ്മൾ ബഹിരാകാശത്തേക്ക് പോകാമെന്ന് വിചാരിച്ചോ. നമുക്കറിയാം, ബഹിരാകാശത്ത് പ്രഷറില്ല, അവിടെ പി എക്സ്റ്റേണൽ ഇല്ല, എക്സ്റ്റേണൽ പ്രഷർ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഈ പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് ഡൺ എത്രയായിരിക്കും? നമുക്കറിയാം, പി എക്സ്റ്റേണൽ ബഹിരാകാശത്ത് പി എക്സ്റ്റേണൽ ഇല്ല, അതായത് സ്പേസിൽ എക്സ്റ്റേണൽ പ്രഷർ ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 0. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ്റെ വർക്ക് ഡൺ എന്തായിരിക്കും? ഫ്രീ എക്സ്പാൻഷനിൽ, അതായത് നമ്മൾ ഫ്രീ ആയിട്ടുള്ള എക്സ്റ്റേണൽ പ്രഷർ 0 ആയിട്ടുള്ള അന്തരീക്ഷങ്ങളിൽ, അതായത് സ്പേസിൽ വിട്ടിട്ട് ഒരു പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെയ്ത വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ജസ്റ്റ് നോക്കി വെക്കുക. ഇനി നമുക്ക് റിവേഴ്സിബിൾ വർക്കിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞു റിവേഴ്സിബിൾ വർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്കറിയാം, റിവേഴ്സിബിൾ വർക്ക് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സ് ആണ് റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഡ്രൈവിംഗ് ഫോഴ്സ് നോക്കുക, നമ്മുടെ സിസ്റ്റത്തിനുള്ള ഇൻറ്റേർണൽ പ്രഷറാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ്. ഇവിടെ ചുറ്റുമുള്ള പ്രഷറാണ്, എക്സ്റ്റേണൽ പ്രഷറാണ് ഓപ്പോസിങ് ഫോഴ്സ്. ഇവിടെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഈ പിസ്റ്റണിന് ചുറ്റും ഞാനൊരു നമ്മളെ മണലില്ലേ, പൂഴി, നമ്മളെ നാട്ടിൽ പൂഴി എന്നാണ് പറയുക, ആ പൂഴി ജസ്റ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, സിസ്റ്റത്തിനുള്ളിലൊരു പ്രഷറുണ്ട്, അതും ഈ പൂഴിയുടെ പ്രഷറും ഏകദേശം സെയിം ആണ്, ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ഭാഗത്തും പ്രഷർ ഈക്വൽ ആണെങ്കിൽ അവിടെ എക്സ്പാൻഷൻ നടക്കില്ല എന്നറിയാം. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഇവിടുന്ന് ശ്രദ്ധാപൂർവ്വം ഒരു മണൽത്തരി ഞാൻ മെല്ലനെ ഇങ്ങോട്ടേക്ക് ഇട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫോഴ്സ്, ഡ്രൈവിംഗ് ഫോഴ്സിനെക്കാട്ടും ഇവിടെയുള്ള ഈ ഓപ്പോസ് ചെയ്യുന്ന ഈ മണലിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എയറിൻ്റെയും
പ്രഷർ എന്ന് പറയുന്നതും അത് കുറച്ച് കുറവായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം അവിടെ റിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കും. ഓക്കെ, ആ റിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണെ കുറിച്ച് ഞങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്കറിയാം സിസ്റ്റത്തിനുള്ളിലുള്ള പ്രഷറിനെ നമ്മൾ ഇൻറ്റേർണൽ പ്രഷർ എന്ന് പറയും. പി ഇൻറ്റേർണൽ എന്ന റെപ്രസെൻ്റ് ചെയ്യും. സിസ്റ്റത്തിൻ്റെ പുറത്തുള്ള പ്രഷറിനെ നമ്മൾ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയും. നമുക്കറിയാം ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സ് ആണെങ്കിൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നടക്കും. നമ്മൾ നേരത്തെ കണ്ട വർക്ക് ഡണ്ണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സിന് വർക്ക് ഡൺ ആയിരുന്നു. നമ്മൾ എന്തിനാ കണ്ടുപിടിക്കാൻ വരുന്നത്, ഇല്ലത്തിൽ നിന്ന് എന്തിനാണ് പുറപ്പെട്ടത്, നമുക്ക് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ വർക്ക് ഡണ്ണ് കണ്ടുപിടിക്കണം. അവിടെ നോക്കുക, ഡ്രൈവിംഗ് ഫോഴ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓപ്പോസിങ് ഫോഴ്സ്. അതായത് ഡ്രൈവിംഗ് ഫോഴ്സ് ഓപ്പോസിങ് ഫോഴ്സിന് കുറച്ച് കൂടുതലാണ്. വളരെ കൂടുതലാണെങ്കിൽ ഇറിവേഴ്സിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ വർക്ക് ഡൺ ആണ്. സോ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത്, ഇവിടെ നോക്കുക, എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്രഷറിനെക്കാട്ടും കുറച്ച് കുറവല്ലേ. ഈ ഒരു മണൽ ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റേർണൽ പ്രഷറിനെക്കാട്ടും കുറച്ച് കുറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് റിലേഷൻ ഉണ്ടാക്കാം. പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് പി ഇൻറ്റേർണലിൽ നിന്നും ഡി പി കുറയ്ക്കുന്നതാണ്. ആ ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ സ്റ്റാർ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ നമുക്ക് ഡി ഡബ്ല്യുവിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എഴുതാം. നമുക്കറിയാം മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി ആണ് ഡി ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ. ഈ ഡി ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പി എക്സ്റ്റേണലിനെ നമ്മൾ ഇക്വേഷൻ സ്റ്റാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ പ്രഷറിൽ നിന്ന് കുറച്ച് കുറവാണ്. സോ ഡി ഡബ്ല്യു ഇസിക്കൽ ടു മൈനസ് പി ഇൻറ്റേർണൽ മൈനസ് ഡി പി ഇൻറ്റു ഡി വി എന്ന് എഴുതാം. ജസ്റ്റ് ഒന്ന് ഇത് ക്രോസ് ചെയ്ത് അതിനുള്ളിലുള്ള ഇതിൽ ജസ്റ്റ് ഡി പിയും ഡി വി ഒന്ന് ക്രോസ് ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് പി ഇൻറ്റേർണൽ ഇൻറ്റു ഡി വി മൈനസ് ഡി പി ഇൻറ്റു ഡി വി ആണ്. ഡി പി എന്ന് പറയുന്നത് വളരെ സ്മോളാണ്, ഡി വി എന്ന് പറയുന്നതും വളരെ സ്മോളാണ്. സോ വളരെ സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. സോ വി ഗെറ്റ് മൈനസ് പി ഇൻറ്റേർണൽ ഇൻറ്റു ഡി വി എന്ന് പറയും. ഡി ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് പി ഇൻറ്റേർണൽ ഇൻറ്റു ഡി വി എന്ന് പറഞ്ഞ ഒരു ഇക്വേഷനിലേക്ക് എത്തി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വേറൊരു ഇക്വേഷനെ കുറിച്ച് നമ്മളോട് ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. വി നോ ദാറ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പ്രകാരം പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. നമ്മൾ ഒരു മോൾ ഗ്യാസ് എടുക്കുകയാണെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്ന് എഴുതാം. ഇവിടെ പ്രഷറിന് വേണ്ടി നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. പ്രഷർ ഈസ് ഈക്വൽ ടു ആർ ടി ബൈ വി. ഇവിടെ നമ്മൾ കൊടുക്കുകയാണ് ഈ പി ഇൻറ്റേർണൽ പ്രഷർ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. ഈ ഇൻറ്റേർണൽ പ്രഷർ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ, ആർ ടി ബൈ വി എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ. അങ്ങനെ നമ്മൾ നെഗറ്റീവ് ആർ ടി ബൈ വി എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ഉള്ളിലുള്ളത് ഡി വി ആണ്. ഈ വിയും ഡി വിയും ബന്ധക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 1/vനെ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. നെഗറ്റീവ് ആർ ടി V1 to V2 ഡി വി ബൈ വി. ഇവിടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻറ്റഗ്രേഷൻ റിസൾട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇൻറ്റഗ്രൽ ഓഫ് 1/x എന്ന് പറയുന്നത് ln(x) ആണ്. ഇൻറ്റഗ്രൽ ഓഫ് 1/x എന്ന് പറയുന്നത് ln(x) ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് 1/v എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ? ln(v) ആണ്. സോ അതുകൊണ്ട് നമ്മളിവിടെ ln(v) അപ്ലൈ ചെയ്യുന്നു. പിന്നെ നമ്മുടെ V2 V1 മാങ്ങപറി ചെളിക്കുത്ത്, അതായത് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. സോ വി നോ ദാറ്റ് ln V2 മൈനസ് V1 നമുക്കറിയാം. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ln V2 മൈനസ് ln V1 എന്ന് എഴുതാം. നെഗറ്റീവ് ആർ ടി ln V2 മൈനസ് V1 എന്ന് എഴുതാം. നമുക്കറിയാം ln A മൈനസ് ln B എന്ന് പറയുന്നത് ln A ബൈ B ആണ്. സോ ആ ബേസിക് റിസൾട്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യുമ്പോൾ W റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ആർ ടി ln V2 ബൈ V1 എന്ന് നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. നമുക്കറിയാം ഈ ln എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലോഗരിതത്തിനെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്കൊരു കാര്യം ചെയ്താൽ മതി. ഒരു സൂത്രപ്പണി ചെയ്താൽ മതി. 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് lnലെ ലോഗിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 2.303 ചെയ്താൽ മതി. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുന്നു. W റിവേഴ്സിബിൾ എക്സ്പാൻഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എക്സ്പാൻഷൻ വർക്കാണ്. പിസ്റ്റൺ എക്സ്പാൻഡ് ചെയ്യാണ്, അതായത് സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാനിവിടെ നെഗറ്റീവ് സൈൻ ഇട്ടത്. അത് ഞാൻ വീണ്ടും പറയണമെന്നില്ല, ജസ്റ്റ് ഓർമ്മപ്പെടുന്നേ ഉള്ളൂ. അപ്പം നെഗറ്റീവ് 2.303 ആർ ടി ലോഗ് V2 ബൈ V1 നമുക്ക് എത്തിക്കാൻ പറ്റും. ഫോർ 1 മോൾ ഗ്യാസ് വി ഗെറ്റ്. അങ്ങനെയാണെങ്കിൽ n മോൾ ഓഫ് ഗ്യാസിന് എന്തായിരിക്കും? നമ്മൾ എന്നും കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ W റിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് 2.303 NRT ലോഗ് V2 ബൈ V1 എന്ന് പറഞ്ഞ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ വർക്ക് ഡൺ നമ്മൾ കണ്ടുപിടിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ എക്സ്പാൻഷൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ കംപ്രഷൻ എന്ന് പറയുന്നത്? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് സൈൻ ഇട്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ കംപ്രഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ഈ സൈനിനൊരു മാറ്റം കൊടുത്തിയാൽ മതി.
അപ്പം കംപ്രഷൻ്റെ വർക്ക് ഡൺ എന്താണ്, റിവേഴ്സിബിൾ കംപ്രഷൻ്റെ വർക്ക് ഡൺ എന്താണ്, സിമ്പിളാണ്. ഈ സൈന് മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ വർക്ക് ഡൺ എന്താണ്, -2.303 nRT log V2/V1 ആണ്. പക്ഷെ ഇതിൻ്റെ കംപ്രഷൻ്റെ വർക്ക് ഡൺ എന്തായിരിക്കും, ജസ്റ്റ് ഒന്ന് പ്ലസ് ആക്കി കൊടുത്താൽ മതി. സൈൻ ഒന്ന് ഉൾട്ടേക്ക് കൊടുത്താൽ നമുക്ക് കംപ്രഷൻ്റെ വർക്ക് ഡൺ കിട്ടും. ഇവിടെ വേറൊരു റിലേഷനും നമുക്ക് ഉണ്ടാക്കാം. നമുക്കറിയാം P1V1 = P2V2 എന്ന് നമുക്ക് എഴുതാം. അപ്പം അങ്ങനെയാണെങ്കിൽ V2/V1 എന്ന് പറയുന്നത് നമുക്ക് P1/P2 എന്ന് പറഞ്ഞ റിലേഷന് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ W റിവേഴ്സിബിൾ എക്സ്പാൻഷന് വേറൊരു വകഭേദവും നമ്മൾ കൊടുക്കുകയാണ്. അതായത് P1V1 = P2V2, V2/V1 = P1/P2 എന്ന റിലേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കാറ്റ് വീശുന്നുണ്ട്, അതാണ് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓഡിയോതായി പോയത് കേട്ടോ. ഇവിടെ ഒരു നന്നാ മഴ വരുന്നുണ്ട്. അപ്പം സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ നമ്മളിവിടെ നോക്കുക, P1V1 = P2V2 ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്തു, ഉൾട്ടയാക്കി കൊടുത്തു, വി ഗെറ്റ് അടുത്ത വർക്കിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. V2/V1 പകരം P1/P2 കൊടുത്തു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇവിടെ കാലാവസ്ഥ മോശമാണ്, അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.